And then he dropped his head and said, "It's finished." What did he mean? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശിൽ കിടന്നുകൊണ്ടുള്ള കർത്താവിൻ്റെ മറ്റൊരു വചനം എല്ലാം പൂർത്തിയായി എന്നുള്ളതാണ്. ഇത്ര ചേതോഹരമായിട്ട് തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു എന്ന് ഏറ്റുപറയാൻ ആർക്കാണ് സാധിക്കുക? എല്ലാം പൂർത്തിയായി. പിതാവായ ദൈവത്തിന് തന്നെക്കുറിച്ചുള്ള എല്ലാ പദ്ധതിയും പൂർത്തിയായി എന്നും എന്തൊക്കെയാണോ പിതാവായ ദൈവം തന്നിൽ നിന്ന് ആഗ്രഹിച്ചത് അതെല്ലാം താൻ സഫലീകരിച്ചു എന്നുമാണ് പൂർത്തിയായി എന്ന് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. പിതാവായ ദൈവത്തിൻ്റെ ഹിതമറിയാനായിട്ട് ആഗ്രഹിച്ചു, പരിശ്രമിച്ചു, തിരിച്ചറിഞ്ഞു. അതിനുശേഷം അത് പൂർത്തിയാക്കാനായിട്ട് പൂർവാധികം പരിശ്രമിച്ചു, അതിൽ ദൈവകൃപ സ്വീകരിച്ച് വിജയിച്ചു. ഇതാണ് എല്ലാം പൂർത്തിയായി എന്ന് ഈശോ പറയുന്നതിൻ്റെ പിന്നിലെ ചേതോവികാരം. പ്രിയമുള്ളവരെ, നമുക്കും എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് മരിക്കാനായിട്ട് സാധിക്കുമോ? പിതാവായ ദൈവം എന്നിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു എന്ന് അറിയാനായിട്ട്, അതിനുവേണ്ടി നിലകൊള്ളുവാനായിട്ട്, അതിനുവേണ്ടി പരിശ്രമിക്കാനായിട്ട്, അവസാനം അത് പൂർത്തീകരിച്ച് സ്വസ്ഥമായി മരിക്കാനായിട്ട് എനിക്ക് സാധിക്കുമോ? ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. കർത്താവ് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞത് കുരിശിൽ കിടന്നുകൊണ്ടാണ്. പീഡനങ്ങളുടെ ഏറ്റവും വലിയ അനുഭവത്തിൽ നിന്നാണ് കർത്താവ് പറയുന്നത് എല്ലാം പൂർത്തിയായി എന്ന്. നമുക്ക് ആദ്യം നമ്മുടെ ആഗ്രഹങ്ങളെയും ഇഷ്ടങ്ങളെയും മാറ്റിവെക്കാനും കർത്താവിൻ്റെ ഹിതങ്ങൾക്ക് വലിയ സ്ഥാനം കൊടുക്കാനും സാധിക്കണം. അതിൽ ദൈവഹിതം അന്വേഷിച്ച് കണ്ടെത്തി മനസ്സിലാക്കി അതിനുവേണ്ടി ജീവിച്ച് അത് ഫലപ്രാപ്തിയിലെത്തിച്ച് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് മരിക്കാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഈ നോമ്പുകാലം അതിനുള്ള ചില നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോ മിശിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. And then he dropped his head and said, "It's finished."